ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ ഗായ്സ്. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്നായിട്ട് കണ്ടിട്ട് വരാം കുറച്ച്. ഇപ്പോൾ ഗായ്സ്, ഞാൻ സുനിൽ ഛത്രീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ നമ്മൾ ക്യാപ്റ്റന് സുനിൽ ഛത്രി കേട്ടോ. ആരോടെങ്കിലും ചിലക്കണ്ട എത്ര ാണ് തന്നെ. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം കളിക്കാനുണ്ടെങ്കിൽ പറയാം കേട്ടോ, നമുക്ക് അത് കളിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഗെയ്സ്, നമ്മുടെ ഇഷ്ടം. Messi. ഗോളാണ് ആ ചങ്ങായി ആദ്യക്ക് പോയി. സ്കൂൾ മണീഷ് ഒരു സ്റ്റണ്ണിലോട്ടിടാന്ന് വിചാരിച്ചാൽ എന്ത് നോക്കുന്നത്. നമ്മളെല്ലാം ക്ലിയർമാർ എല്ലാത്തിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. റഫറി ബോള് തൊട്ടു, ഫൗളാണ് അല്ലേ? അങ്ങനെ മെസ്സി നമ്മുടെ അണ്ടർ മെസ്സിനെ പിടിക്കണമെന്നില്ല. ഹുജുലുണ്ട് നമ്മാരെന്താ മനുഷ്യനെ പറ്റി. ഞാനതെല്ലാം സ്കിപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെല്ലാം ഷട്ട് ദ പവർ, മനസ്സിലായോ? ഇവന്മാർ കളി തുടങ്ങി. നമുക്ക് കിട്ടൂല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ആൾക്കാർ കിരുവയറാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഓക്കെ. റഫറി ഫ്രണ്ട് കളിക്കുന്നു. പിടിക്കാണ് ഗോൾ കിക്ക് പിടിക്കണ്ട, അല്ലാണ്ട് ആരും പിടിക്കില്ല, ഒന്നും വരില്ല. നമ്മൾ തിരിച്ചു വന്നുണ്ട് ഗൈസ്. മെസ്സി ഓഫ് ദ ഇയർ. ഔട്ട് വന്ന സാധനമൊക്കെ കയറി പിടിച്ചോ. നല്ല ഫുഡിയാണ്. അപ്പുറത്തേക്ക് ഇടുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്തിടും. ഒരു ഉളുപ്പില്ലാത്ത പരിപാടി. അതേണ്ട അതുപോയെങ്കിലും എടുക്കണോ? ഒന്നിനും ബുദ്ധിയില്ല. മെസ്സി അതതിനേക്കാൾ ഫസ്റ്റ് സാധനം.
അതുപോലെ അടിക്കാറില്ല. അങ്ങനെയാണ് കിളി പോയത്. ഓ ഹോജുലുണ്ട്. സുനിൽ ചേട്ടയുടെ ഇതൊക്കെ എങ്ങടക്കാ എങ്ങടാ 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 ഇതെങ്ങടാ? ആ ഗോൾ കിക്ക്. നമുക്കത് ഇവരെല്ലാവരും കിളിയന്മാരാണ്. കൊരങ്ങൻ അൾട്ടിമേറ്റ് പവർ. ഇവിടേക്ക് അങ്കര മെസ്സി 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 അങ്കര 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 മെസ്സി. അത് അതിനേക്ക് അവൻ്റെ എങ്ങനെയാണ്? ഓക്കെ ഓക്കെ സീനില്ല സീനില്ല. എന്താ ആ ഗോളാട്ടോ. ഗോള് കണ്ട സാധനം വന്നപ്പോ ആഹാ ഇനിയിപ്പോൾ അങ്ങനെ ആക്കിക്കോ. ആ സെറ്റ് സാധനം. എല്ലാം ശരിയായിട്ടുണ്ട് ഏകദേശം. എങ്ങനെയുണ്ട് ഇവർ ഇതുവഴി അങ്ങനെ അങ്ങനെ കയറണ്ട. പുതിയേ ആദ്യം നമുക്ക് ആണെങ്കിൽ അതൊക്കെ ഗോളി പവർ ഇരട്ടെ ഗോളി ഇരട്ടെ പവർ ഇരട്ടെ. ഗോളി ആൾ പവറാണെന്നൊക്കെയാണ് ഇവരിങ്ങനെയാണെങ്കിൽ ചിലക്കുന്നത്. എനിക്ക് ഒരു അത്യാവശ്യം പവറല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താടാ ലുക്കാക്ക് ഇങ്ങോട്ടേക്ക് പാസ് ഇടൂല. എന്തെന്തോ ഒരാള് ശരിയില്ല കേട്ടോ. ആർക്കൊക്കെ ഷോർട്ട് പാസ് കൊടുക്കുന്നു. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഫൈനൽസ്. ഓ ഡ്രിബിളർ ഇവർ ഫുൾ ഡ്രിബിളിംഗ് ആണ്. നമ്മൾ ഈ മോഡൊക്കെ കൂടെ അങ്ങനെ വെച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടാ നമ്മള് പൊളിയാണ്. ഗെയിം പോയി. നമ്മളങ്ങനെ നൈസായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്കാണ് ഫസ്റ്റ് അടിച്ചാണെങ്കിൽ അങ്കര മെസ്സി. അയ്യോ അങ്കര മെസ്സി ആയില്ല. അങ്കര മെസ്സി ആക്കണം. ഡിറുബൂണി സുനായിൽ ചേത്രി മുഞ്ചി
ഇനി മസ്റ്റാർഡ് ടൊസ്റ്റാർഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അതിനൊക്കെ കഴിയുകയാണ്. ഹാഫ് ടൈം കുഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരെല്ലാവരും പവറാണ്. അങ്ങനെ അത് കഴിഞ്ഞുണ്ട്. ജസ്റ്റ് ഇനിയിപ്പോൾ ആൾക്കാരെല്ലാവരും സ്റ്റോമിന കുറവാണ്. എങ്കിലും നമുക്ക് സ്റ്റോമിന കുറവാക്കിയാലും പ്രശ്നമില്ല കേട്ടോ. ദാറ്റ്സ് നോട്ട് എ ഗുഡ് വൺ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിമോദ് വാലന്റൈൻസ് ഓടിവോ. നമുക്കറിയാം ഓടേണ്ട ആവശ്യമൊന്നുമില്ല. വലുതായിട്ട് ഡിർബൂണിയല്ലേ. തിരിച്ച് കളിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിവിടെ അങ്കര മെസ്സി ആവുകയാണ്. രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് നമ്മൾ. നോട്ട് അഗെയിൻ. ഇത്രയും വലിയ കളികളുണ്ട്. സുനിൽ ഛേത്രി ഗോളടിച്ചില്ലെങ്കിൽ മോശമല്ലേ. സുനിൽ ഛേത്രിക്ക് പാസ് കൊടുക്കാം. പ്രശ്നമില്ല. നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കുന്നു. ഗൈസ് അത്യാവശ്യം ചെയ്യണം. അറിയില്ല. ഇവിടെ കണ്ടില്ല. ഇതിന്റെ മുമ്പൊന്നും കുത്തിയിട്ടില്ല. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നോ കോംപ്രമൈസ്. സുനിൽ ഛേത്രി എത്ര കഷ്ടപ്പെട്ട നിൽക്കുന്നത്. ഒന്നുമില്ല. സുനിൽ ഛേത്രി ഒരു ഗോൾ അടിക്കാൻ ആരും സമ്മതിക്കില്ല. നമ്മളങ്ങനെ ഫൈനൽസിലേക്ക് പോവുകയാണ്. അയ്യോ കോൺഫിഡൻസ്. ഫ്രാൻസിന്റെ ഒപ്പമാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ കിലിയൻ എംബാപ്പേന്റെ എടാ എംബാപ്പാരാ. ജിറൂഡ് വരുന്ന
ഗ്രസ്മാൻ, അങ്ങനെ മെസ്സി, ഇവരെന്ത് ഡിഫൻസാ. മിഗ്നൂന് അതൊക്കെ മിഗ്നൂന് കോമൺ ജെ കോമള കേരള ജെ നാദിത ഭൂരിത ബിലി. ഓ അങ്ങനെ മിസ് എന്താടാ നിനക്കൊന്നൊരു ചിലക്കുണ്ടോ? ഗൈസ് നമ്മളിങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ഗോളൊക്കെ അടിച്ച് 2 ഗോൾ അടിച്ച് മുന്നിലാണ്. എംബാപ്പയൊക്കെ അവിടെ മൂഞ്ചി കളിക്കുകയാണ്. അയ്യോ മുന്നിൽ കളിക്കുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇങ്ങനെ 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 പറ്റിക്കല്ല കേട്ടോ അഞ്ചനെ. ആ ഗോത്തം മൂഞ്ചില്ലേ. ഞങ്ങളങ്ങനെ ഹാഫ് ടൈമിൽ 2 ഗോളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഫ്രാൻസ് പോയി മൂഞ്ചിക്കൂ. ഫ്രാൻസ് പൊട്ടന്മാരാണ് ഗൈസ്. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ട് അടിച്ചാലും നമ്മുടെ ഇത്ര എത്തില്ല. ഉണ്ടോ ഗ്രിസ്മാൻ, ജിറോഡ്. ഈ റോഡ് എന്ന് പറഞ്ഞ കമ്പിയല്ലേ, അടുത്തേക്ക് ക്ലോസ് ആവാ വാ. ഓ അവരൊരു ഗോൾ അടിച്ചാലും നമുക്ക് സീനൊന്നുമില്ല. അവർ ഒടുക്കത്തെ ഡിഫൻസ് കേട്ടോ, ഒന്നും പറയില്ല. നമ്മൾ പോസ്റ്റിൻ്റെ അകത്ത് ഓടിയിട്ട് പോസ്റ്റിൻ്റെ വലേൻ്റെ അകത്തൂടെ ഓട്. സനൽ ചേത്രി മൂഞ്ചി. കൊമൻ ഇല്ല. ആംപ്ലിഫയർ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അങ്കര മെസ്സി കണ്ടോ, ഡ്രിബിൾ ചെയ്ത് നീങ്ങുകയാണ്. ഒരു കാര്യത്തിന് പിടിച്ചു വെക്കാൻ പറ്റാതെ ഇതെന്താ ഫ്യൂജി നമ്മൾ മാച്ചിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യം വിസ്മിക്കുന്നു. ഇതിലെന്ത് ഫൗളോടെ അല്ലാന്നോ, നമ്മൾ ഇന്ന് മിക്കവാറും കപ്പടിച്ചിട്ട് ബോൾ കാണണോടാ. മഹാപരദ്രോഹികളെ നമ്മളെന്നെ പിടിച്ചു കേട്ടാണല്ലടാ. ഇന്ത്യ പവറിടാ. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെയും വിട്ടുകൊടുക്കാതെ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യൻ പോലെ
അങ്ങനെ നമ്മൾ ജയിച്ചു ഗൈസ്. സുനിൽ ഛേത്രിയുടെ 2 ചിലക്കാണ്ടിരിക്കും അവിടെ. ഗോൾ കറങ്ങി യു ഗൈസ്. ഇതാണ് സീൻ കണ്ടോ. അവിടെ കടന്ന് എന്നിട്ട് ഡ്രിബിൾ ചെയ്ത് സുനിൽ ഛേത്രി ആ ഒരു ഹാഫിൽ കണ്ടെത്തുകയാണ് ലക്ഷ്യം. തന്നെ വീഴ്ത്താൻ നോക്കിയവനെ വീഴ്ത്തിക്കൊണ്ട് സുനിൽ ഛേത്രി അകത്തേക്ക് കുതിക്കുന്നു. അടിച്ചു. മിഗോയിന എന്നവരുടെ കീപ്പറിനെ അത് പിടിച്ചു വെക്കാൻ പോലുമായില്ല. ഇതാ പിന്നെ ഒരു ഗോൾ. അതിൽ അവനെ നടുക്ക് കൂടെ പാസ് കിട്ടി. ലെഫ്റ്റ് കോർണറിൽ അവൻ്റെ ഇടംകാലുകൾ കൊണ്ട് പന്തുകളെ ഒന്ന് മയമായി തട്ടി. അത് വീണത് മെഗ്വിന എന്ന ഫ്രാൻസിലത്തെ കീപ്പറിൻ്റെ പോസ്റ്റിൽ തന്നെയാണ്. ഇവർ ഭയപ്പെട്ട ആ ഒരു ഇതുവരെ വേൾഡ് കപ്പിൽ പതിയെ പിറകിലേക്ക് പോയ സുനിൽ ഛേത്രിയെ എല്ലാവരും വളരെയധികം തുച്ഛമായി. ഇഷ്ടംപോലെ ഫ്രീ കിക്കുകളും ഗ്രീസ്മാൻ്റെ വളരെയധികം മികച്ച ഡ്രിബ്ലിംഗ് സ്കിൽസുകളും കാഴ്ചവെച്ചിട്ട് അവരുടെ ഈ ടപ്പായി എന്ന ഡിഫൻസ്, അതായത് സെൻറ്റർ ബാക്ക് ആൻഡ് അബിയ എന്ന അവരുടെ സെൻറ്റർ ഫോർവേഡ്, ഇവർ 2 ആൾക്കാരും കൊണ്ട് ഇന്ത്യയുടെ വൻമതിലായി മാറി. അങ്ങനെയാണ് ഇന്ത്യക്ക് ഈ സ്വർണ്ണ മുഹൂർത്തം കരസ്ഥമാക്കിയത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇതായിരുന്നു വീഡിയോ. അപ്പോൾ ഇത് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഏത് ഗെയിം വേണമെങ്കിലും നിങ്ങൾ പറയാം. അപ്പോൾ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.